ലഹരിക്ക് അടിമയാകുന്ന പുതുതലമുറ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും അതിമാരകമായ ലഹരി വസ്തുക്കൾക്ക് അടിമയാകുന്നു എന്നതുള്ള വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമയാകുന്നതിന് പ്രധാന കാരണം രക്ഷിതാക്കന്മാർ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. പല കുട്ടികളും പല രീതിയിലും വഴിതെറ്റുന്നതിന്റെ പ്രധാന കാരണം രക്ഷിതാക്കന്മാരുടെ അനാസ്ഥ കൊണ്ടാണെന്ന് പറയുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. കാരണം ഇന്ന് സ്കൂളിൽ വിട്ടിട്ട് കഴിഞ്ഞാൽ പല കുട്ടികളും ബസ് സ്റ്റോപ്പ് കേന്ദ്രീകരിച്ചിട്ടും മറ്റുമൊക്കെയാണ്. ഇപ്പൊ നേരം വൈകിക്കഴിഞ്ഞാലും ഇനിയിപ്പോ ഈ കുട്ടികളെ വീട്ടിലേക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഏതെങ്കിലും നല്ലൊരു വ്യക്തികൾ അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവരെ സദാചാര പോലീസായി മുദ്രകുത്തി പിന്നെ അവരുടെ സമൂഹത്തിൽ നിന്ന് മാനം കെടുത്തുന്ന പല സമീപനങ്ങളാണ് കണ്ടുവരുന്നത്. ഇവിടെ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതാത് രക്ഷിതാക്കന്മാരാണ്. ഇന്ന് ലഹരിക്ക് അടിമയാകുന്നത് ഇപ്പോ പല കുട്ടികളും ഈ ലഹരിക്ക് അടിമയാകുന്നതിന്റെ പ്രധാന കാരണം ഈ കൂട്ടുകെട്ടിൽ നിന്നാണ്. നമ്മൾ ചിന്തിക്കും നമ്മുടെ മക്കൾ ഒരു തരത്തിലുള്ള ഒരു ലഹരികളും ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് നമ്മുടെ മക്കൾ അങ്ങനെയുള്ള ഒരു തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കൂല എന്നുള്ള ചിന്തയിലാണ് പല രക്ഷിതാക്കന്മാർ. എന്നാൽ കൂട്ടുകെട്ടിൽ കൂടിയിട്ട് എത്ര പെർഫെക്റ്റായി ജീവിക്കുന്ന കുട്ടികളായാലും തന്നെ അവരെ തെറ്റിക്കാൻ, അവരെ വഴിതെറ്റിക്കാൻ വലിയൊരു ഗാങ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കുട്ടികളെ ഉപയോഗിച്ചിട്ട് ഈ കുട്ടികൾക്ക് ആദ്യമൊക്കെ ഈ ലഹരി മാഫിയകൾ ആദ്യമൊക്കെ വെറുതെയാണ് ഇത് കൊടുക്കുക, ചിലപ്പോൾ മിഠായി രൂപത്തിലോ മറ്റുമൊക്കെ. പിന്നീട് ഈ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ കുട്ടി വാങ്ങി ഉപയോഗിക്കുന്നത് വഴി പിന്നീട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലഹരി കുട്ടിക്ക് കൊടുത്ത അവരെ സമീപിക്കുമ്പോൾ അവർ കാശിന് ആവശ്യപ്പെടും. സ്വാഭാവികമായിട്ടും ഇത് ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചതിന്റെ ഇതുകൊണ്ട് ഇത് മൂന്നാമത് തവണ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉള്ളത് കൊണ്ട് കുട്ടികൾ പല രീതിയിലും ഇത് വായിക്കാൻ കാശ് കണ്ടെത്തുന്ന പല രീതിയിലാണ് പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടക്കുകയുണ്ടായി. വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരാളോട് 50 രൂപ കടം ചോദിക്കുന്നു. പ്രത്യക്ഷത്തിൽ ആ കുട്ടിയുടെ ചുറ്റുപാടുകളും മറ്റുമൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കിയ ആ വ്യക്തി, ആ കുട്ടിക്ക് അറിയില്ല ഞാൻ ചോദിച്ച വ്യക്തി എന്നെ കുറിച്ചിട്ടോ എന്റെ കുടുംബത്തെ കുറിച്ചിട്ടോ അറിയുന്ന ഒരു ആളാണെന്നുള്ള കാര്യം ഈ കുട്ടിക്ക് അറിയില്ല. പക്ഷെ ഈ കുട്ടിയുടെ എല്ലാ പശ്ചാത്തലത്തെ കുറിച്ചിട്ടും ഇയാൾക്ക് നല്ലതുപോലെ അറിയാം. പ്രത്യക്ഷത്തിൽ ആ കുടുംബം നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബമാണ്, വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാതൊരു കുടുംബമാണ്. പിന്നെ എന്തുകൊണ്ട് ഈ കുട്ടി ഒരു 50 രൂപക്ക് ഇയാളോട് ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയിലാണ് ഇയാളെ എത്തിച്ചത്. പിന്നീട് ഈ അന്വേഷണം സ്കൂളിലെ അധ്യാപകരെ അറിയിക്കുകയും അധ്യാപകരെത്തി കുട്ടിയെ കൗൺസിലിംഗ് വിധേയമാക്കി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കുട്ടി ഒരു മിഠായി വാങ്ങിക്കാനും ആണ് ഈ പൈസക്ക് ചോദിച്ചു എന്നതാണ്. ഈ വ്യക്തി നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് ഈ കുട്ടിയെ വലിയൊരു അപകടത്തിൽ നിന്നാണ് ഈ കുട്ടിയെ ഇയാള് രക്ഷപ്പെടുത്തിയത്. പിന്നെ ഈ അധ്യാപകന്റെ ഒരു കൗൺസിലിങ്ങും മറ്റുമൊക്കെ വിധേയമാക്കിയപ്പോഴാണ് ഈ കുട്ടിയിൽ നിന്ന് ഇരട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ വളരെ കരുതലോട് കൂടി നീങ്ങുക. ഇടക്കിടക്കൊക്കെ നമ്മുടെ കുട്ടികളുടെ ബാഗുകളും മറ്റുമൊക്കെ പരിശോധിക്കുന്നത് നന്നായി. നമ്മൾ ചിന്തിക്കും നമ്മുടെ മക്കൾ വളരെ പെർഫെക്റ്റ് ആണ്, നമ്മുടെ മക്കളെ കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു വിശ്വാസബോധമുണ്ട്. അത് നല്ല കാര്യം തന്നെയാണെങ്കിൽ തന്നെ പക്ഷെ നമ്മുടെ മക്കളെ കുറിച്ചിട്ട് കുറച്ചെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടക്കിടക്കൊക്കെ നമ്മുടെ മക്കളുടെ ബാഗുകളും മറ്റുമൊക്കെ നിരീക്ഷിക്കുക. അതുപോലെ തന്നെ കുട്ടികൾ ഈ ഒറ്റക്ക് ഇരുന്നിട്ട് ഈ മൊബൈൽ ഫോണ് വാതിലടിച്ചിട്ട് റൂമിലൊക്കെ ഉപയോഗിക്കുന്നത് അത് ഉണ്ടോ എന്നുള്ള അന്വേഷിക്കുക. ഇതൊക്കെ ചെയ്യേണ്ടത് ഓരോ രക്ഷിതാക്കന്മാരുടെയും കടമയാണ്.